സ്നാനത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിച്ചുകൊണ്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. പൗലോസ് ഗ്രാമങ്ങളിലൂടെ സുവിശേഷവുമായി പോവുകയാണ്. എഫെസോസ് എന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ കുറെ ശിഷ്യന്മാരെ കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചു. അതിന് അവരെന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങള് കേട്ടിട്ടില്ല. ക്രിസ്തീയ സ്നാനമായിരുന്നു എങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവെന്ന പേര് അവർ കേൾക്കുമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ചോദിച്ചത്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചു. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചു. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന മറുപടി കേട്ടപ്പോൾ പൗലോസിന്റെ അടുത്ത ചോദ്യം, ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്, ഏതാണ് നമ്മുടെ സ്നാനം? ക്രിസ്തീയ സഭയിൽ സ്നാനത്തെക്കുറിച്ച് ചില തെറ്റായ പഠിപ്പിക്കലുകൾ നിലനിൽക്കുകയാണ്. സ്നാനത്തിലെ 2 പ്രധാന തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, വിശ്വാസമുള്ളവരെ മാത്രമേ സ്നാനപ്പെടുത്താവൂ. എത്ര വയസ്സായി എന്നുള്ളതല്ല, വിശ്വസിക്കാൻ പാകമായോ പ്രായമായോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 85 വയസ്സായ ഒരു മനുഷ്യൻ സ്നാനപ്പെടണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ ചോദിക്കുന്നു, എന്താണ് സ്നാനമെന്ന് അങ്ങേക്ക് അറിയാമോ? അതിന്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച്, അന്തസ്സത്തെക്കുറിച്ച് അങ്ങ് ഗ്രഹിച്ചിട്ടുണ്ടോ? കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കിയിട്ട് വേണം സ്നാനം സ്വീകരിക്കാൻ. പ്രായമല്ല വിഷയം, വിശ്വാസമാണ് വിഷയം. കാരണം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കാതെ സ്നാനപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല. അത് കേവലമായ ഒരു മുങ്ങൽ മാത്രമാണ്. വിശ്വസിച്ചുകൊണ്ട് വേണം സ്നാനം സ്വീകരിക്കാൻ. ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾ പറയുന്നതിൻ്റെ പ്രസക്തമായ ഒരു കാരണം, അവർക്കത് തിരിച്ചറിയുവാനുള്ള പ്രാപ്തിയായിട്ടില്ല. കത്തോലിക്ക സഭ തുടങ്ങിയ പട്ടത്ത സഭകളാണ് ഈ ശിശുസ്നാനം നടപ്പാക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഓർക്കണം, ശിശുസ്നാനം തുടങ്ങിയത് അഗസ്തീനോസിന്റെ കാലത്താണ്. AD 481 അദ്ദേഹം പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഈ കുഞ്ഞ് വളർന്ന് വിശ്വസിക്കാൻ പാകമാകുന്നത് വരെ ഇവൻ ജീവിച്ചിരിക്കുമെന്നുള്ളതിന് ഉറപ്പൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇവനെ ശിശുവായിരിക്കുമ്പോൾ തന്നെ സ്നാനപ്പെടുത്തി വിടാം. ശിശു മരിച്ചാൽ നരകത്തിൽ പോകുമല്ലോ എന്ന ഭ്രമം നാടുനീളെ പരക്കപ്പെട്ടപ്പോഴാണ് ശിശുസ്നാനത്തെക്കുറിച്ച് അഗസ്തീനോസ് ചിന്തിച്ചു തുടങ്ങിയത്. പക്ഷേ അക്കാലത്ത് ജീവിച്ചിരുന്ന തെർത്തുല്യൻ തുടങ്ങിയ വേദപണ്ഡിതന്മാർ, സഭാപിതാക്കന്മാർ അതിനെ ശക്തമായി നിഷേധിച്ചു. എന്തിനേറെ, ഈ അഗസ്തീനോസൊക്കെ പിന്നീടാണ് സ്നാനപ്പെട്ടത്. അഗസ്തീനോസ് പോലും തന്റെ 34-ാമത്തെ വയസ്സിലാണ് സ്നാനപ്പെട്ടത്. ജെറോം എന്ന സഭാപിതാവ് 20-ാമത്തെ വയസ്സിൽ, അംബ്രോസ് എന്ന സഭാപിതാവ് 34-ാമത്തെ വയസ്സിൽ ആണ് സ്നാനം സ്വീകരിച്ചത്. അതുപോലെ തന്നെ ക്ലെമന്റ്, അദ്ദേഹം 33-ാമത്തെ വയസ്സിലാണ് സ്നാനപ്പെട്ടത്. അപ്പൊ ശിശുസ്നാനം തുടങ്ങിയ അഗസ്തീനോസ് പോലും ശൈശവപ്രായത്തിൽ സ്നാനപ്പെട്ടവനല്ല. തന്റെ അമ്മ മോനിക്ക ഒരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. പക്ഷേ അദ്ദേഹം ശിശുസ്നാനമല്ല, മുതിർന്ന സ്നാനമാണ് സ്വീകരിച്ചത്. കത്തോലിക്ക സഭയ്ക്ക് 7 കൂദാശകളുണ്ട്. കൂദാശ എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധ കർമ്മം എന്നാണ്. ഒരു മനുഷ്യൻ വിശുദ്ധീകരണത്തിൽ പൂർണ്ണതയിലെത്തേണ്ടതിന് കത്തോലിക്ക സഭ ഔദ്യോഗികമായി കൽപ്പിച്ചാക്കിയിരിക്കുന്ന 7 കൂദാശകളുണ്ട്. 1 മാമോദിസ, 2 മൂറോൻ തൈലം, 3 കുംഭസാരം, 4 കുർബാന, 5 പൗരോഹിത്യം, 6 വിവാഹം, 7 അന്ത്യകൂദാശ അഥവാ രോഗീലേപനം. ഈ 7 കൂദാശകളും സ്വീകരിച്ചു കൊണ്ട് ഒരുവൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്നാണ്.
പക്ഷെ മരിച്ചതിന് ശേഷം പുള്ളിക്ക് വേണ്ടി വർഷം തോറും കുർബാന ചൊല്ലി മുകളിലോട്ട് കയറ്റാനുള്ള ഒരു ചെപ്പടി വിദ്യ നടപ്പാക്കുന്നു എന്നുള്ളത് അതിനേക്കാൾ ഭോഷത്വവും രസകരവുമായ കൗതുകകരമായ ഒരു കാര്യം. ഈ 7 കൂദാശകൾ പൂർണ്ണമായി പാലിക്കാൻ ഒരു കത്തോലിക്ക സഭയിലുള്ള വിശ്വാസിക്കും സാധിക്കുന്നില്ല. കാരണം ആ 7 കൂദാശയിൽപ്പെട്ട ഒരു കൂദാശയാണ് പട്ടത്വം. പട്ടത്വം വിശ്വാസികൾക്ക് ഇല്ല. മറ്റൊന്നാണ് വിവാഹം. പുരോഹിതന് വിവാഹം ചെയ്യാനും അനുവാദമില്ല. പുരോഹിതന് വിവാഹം ചെയ്തുകൂടാ, വിശ്വാസികൾക്ക് പട്ടത്വം സ്വീകരിച്ചുകൂടാ. അങ്ങനെയെങ്കിൽ 6 കൂദാശ മാത്രമേ ആ നിലയിൽ ഏതൊരു വ്യക്തിക്കും അവിടെ സ്വീകരിക്കാൻ സാധിക്കുന്നുള്ളൂ. കൂദാശകൾ സമ്പൂർണമായി സ്വീകരിച്ചു പോയാലാണ് സ്വർഗത്തിൽ പോകുന്നതെന്ന് പറയുന്നത്. ആ ഉപദേശപ്രകാരം 7 കൂദാശയെ സ്വീകരിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. അപ്പൊ ഈ 7 കൂദാശ, അതിൽ ഒരു കൂദാശയാണ് വിവാഹം, വേറൊരു കൂദാശയാണ് അപ്പവീഞ്ഞുകളുടെ പങ്കെടുക്കൽ എന്ന കുർബാന. ശിശുവിനെ മാമോദിസ മുക്കിയല്ലോ, എന്തുകൊണ്ട് ശിശുവിന് അപ്പവീഞ്ഞ് കൊടുക്കുന്നില്ല? അപ്പവീഞ്ഞുകൾ ശിശുവിന് കൊടുക്കാത്തതിന് ന്യായീകരണമായി പറയുന്ന ഒരു കാര്യം, ആ കുഞ്ഞിനതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള പക്വതയായിട്ടില്ല. അത് തന്നെയാണ് ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നത്. അതിനേക്കാൾ വളരെ ഗൗരവമേറിയ യേശു ക്രിസ്തുവിന്റെ മഹത്തായ കൽപ്പനയാകുന്ന, ക്രിസ്തു കാണിച്ചെന്ന മാതൃകയാകുന്ന ആദിമസഭയുടെ നടപടിക്രമത്തിലൊന്നായിരുന്ന വിശ്വാസ സ്നാനം സ്വീകരിക്കുന്ന വ്യക്തിക്ക് അത് എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള പക്വത വേണമെങ്കിൽ 56 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിന് അതിന് പക്വത വന്നിട്ടില്ലായക കൊണ്ട് തന്നെ ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നത് ശരിയല്ല. ആളുകൾ ഈ പറയാറുണ്ട്, കുടുംബമായി പലരും സ്നാനപ്പെട്ട ചരിത്രം ബൈബിളിലുണ്ടല്ലോ, അപ്പോൾ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ കാണില്ലേ എന്നാണ്. ബൈബിളിൽ പറയുന്ന ഏത് സ്നാനത്തോടുള്ള ബന്ധത്തിലും അവർ വിശ്വസിക്കാൻ പാകമായിരുന്നു എന്നുള്ളതിന്റെ സുവ്യക്തമായ തെളിവുണ്ട്. പെന്തക്കോസ്ത് നാളിൽ 3000 പേർ രക്ഷിക്കപ്പെടുന്നു, അവർ സ്നാനപ്പെട്ട് സഭയോട് ചേരുന്നു. പക്ഷേ ആ വേദഭാഗം നമ്മൾ വായിച്ചാൽ പത്രോസ് അവരോട് മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ എന്ന് പറയുകയാണ്. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അപ്പോ സ്നാനപ്പെട്ടവരാരാണ്? ശിശുക്കളാണോ മുതിർന്നവരാണോ എന്നുള്ളതല്ല, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. യെരൂശലേമിൽ ആരാധനയ്ക്ക് പോയിട്ട് തിരിച്ചു പോകുന്ന ഒരു ഷണൻ, എത്യോപ്യയിലെ ധനകാര്യമന്ത്രിയായിരുന്ന ആ മനുഷ്യൻ തേലിരുന്നു കൊണ്ട് ബൈബിൾ വായിച്ചു കൊണ്ടുപോവുകയാണ്. പഴയ കാലത്ത് ഇങ്ങനെ ഭാഗമായിട്ടാണ് ബൈബിൾ ലഭിച്ചു പോകുന്നത്. അദ്ദേഹത്തിന് അവിടെ പോയിട്ട് വന്നപ്പോൾ താൻ അവിടുന്ന് യെശയ്യാ പ്രവാചകന്റെ ഒരു ചുരുളാണ് വാങ്ങിച്ചുകൊണ്ട് പോയത്. താൻ തേരിലിരുന്നു കൊണ്ട് ആ ഭാഗം ഉറക്കെ വായിച്ചു കൊണ്ടുപോവുക മരുഭൂമിയിലൂടെ. ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് തേരിനോട് ചേർന്ന് നടക്കാം. ഓടി ചെല്ലുമ്പോൾ അദ്ദേഹം തേരിലിരുന്നു കൊണ്ട് ഉറക്കെ വചനം പറയുന്നത് കേൾക്കുകയാണ്. ആ ഓടുന്ന ഓട്ടത്തിൽ തന്നെ ഫിലിപ്പോസ് അങ്ങോട്ട് ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? അദ്ദേഹം തേരിലിരുന്നോട്ട് ഇങ്ങോട്ട് പറഞ്ഞു, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കും? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എന്റെ വണ്ടിയിലോട്ട് കയറിയിരുന്നു. ഫിലിപ്പോസ് ആ ക്ഷണം സ്വീകരിച്ച് ഷണ്ണന്റെ ആ മന്ത്രിയുടെ വാഹനത്തിൽ കയറിയിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഷണ്ണൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്തു വിരോധം? സുവിശേഷമാണ് പറഞ്ഞത്, അപ്പോഴാണ് എനിക്ക് സ്നാനപ്പെടണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞത്. സുവിശേഷത്തിൽ സ്നാനമുണ്ട്, സ്നാനമില്ലാത്ത സുവിശേഷം സുവിശേഷമല്ല, സുവിശേഷപ്രകാരമല്ലാത്ത സ്നാനം സ്നാനവുമല്ല. ഫിലിപ്പോസ് അവനോട് പറഞ്ഞ ഒരു വ്യവസ്ഥയുണ്ട്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം. അവൻ പറഞ്ഞു, എന്താ? ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. എന്താ സ്നാനപ്പെടേണ്ടതിന്റെ യോഗ്യത? പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. അതല്ലേ ചോദിച്ചത്? നീ വിശ്വസിക്കുന്നു എങ്കിലാകാം. അവൻ എന്താ പറഞ്ഞത്? ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി
ഫിലിപ്പോസ് അവനെ സ്നാനപ്പെടുത്തി. എഫെസോസിലെ ശിഷ്യന്മാരോട് പൗലോസ് സംവാദിക്കുന്ന ആ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അവിടെയും പൗലോസ് പ്രസംഗിച്ച വചനം കേട്ട് ആ വചനം കൈക്കൊണ്ടവരാണ് സ്നാനം സ്വീകരിച്ചത്. ശൗലിന്റെ തന്നെ അനുഭവം നോക്കുക. പൗലോസിന്റെ അനുഭവം, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കർത്താവിന്റെ സന്ദർശനമുണ്ടായി. വാഹനമൃഗത്തിൽ താഴെ വീണ് കണ്ണിന്റെ കാഴ്ച പോയി, ശരീരത്തിന്റെ ബലം പോയി, ചെയ്യാൻ കൊണ്ടുവന്ന പ്രോഗ്രാം ഷീറ്റ് പറന്നുപോയി, അധികാരപത്രം പാറിപ്പോയി, ഒന്നുമില്ലാത്തവനായി, കണ്ണ് കാണാത്തവനായി, ശരീരത്തിന് ബലമില്ലാത്തവനായി അവൻ ആ നേർവീതിയിൽ കിടക്കുമ്പോൾ അവൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? അവൻ അനന്യാസ് എന്ന ഒരു ശിഷ്യനെ അവിടേക്ക് അയക്കുകയാണ്. അനന്യാസ് ചെന്ന് അവനോട് സുവിശേഷം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. സുവിശേഷം പറഞ്ഞിട്ട് ഇങ്ങനെയാണ് അനന്യാസ് അത് കൺക്ലൂഡ് ചെയ്തത്: ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. സ്നാനത്തിലെ രണ്ടാമത്തെ തെറ്റ്, കുഞ്ഞിനെ മാമോദിസ മുക്കി എന്നാ പറയുന്നത്. കുഞ്ഞിനെ മാമോദിസ മുക്കി. മുങ്ങുക എന്ന് പറയുന്നത് സ്വമനസ്സോടെ നടക്കുന്ന ഒരു കാര്യം. മുക്കുക എന്നുള്ളത് ബലപ്രയോഗത്തിലൂടെ നടത്തുന്ന ഒരു കാര്യം. കൊച്ചിനെ മാമോദിസ മുക്കി എന്ന് പറയുന്നത് വേറൊരാൾ നിർബന്ധത്താൽ അതിന്റെ മേൽ ചെലുത്തുന്ന ഒരു കാര്യമാണ്. ഇനി കുഞ്ഞിനെ മാമോദിസ മുക്കി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ മാമോദിസ മുക്കിയില്ല, തലേ തളിച്ചതേ ഉള്ളൂ. പറഞ്ഞതെന്താ? കുഞ്ഞിനെ മാമോദിസ മുക്കി. ചെയ്തതെന്താ? തലയിൽ വെള്ളം തളിച്ചു. തളിച്ചാൽ മതിയായിരുന്നെങ്കിൽ ഷണ്ണൻ തനിക്ക് കുടിക്കാൻ കൂജയിൽ വെള്ളം ഇരിപ്പുണ്ടായിരുന്നല്ലോ, ആ വെള്ളം എടുത്ത് ഇങ്ങനെ തളിച്ചാൽ മതിയായിരുന്നല്ലോ. പക്ഷെ ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. നിങ്ങൾ നോക്കൂ, വെള്ളത്തിൽ ഇറങ്ങി എന്നുള്ള ആ വചനത്തിന്റെ പ്രസക്തി. യേശു ക്രിസ്തു സ്നാനപ്പെട്ടതിനെ കുറിച്ച് വായിക്കുന്നത് മത്തായി സുവിശേഷം 3:16 യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയില്ലേ? ഷണ്ണന്റെ സ്നാനം ഇതാ വെള്ളം. സ്നാനമേൽക്കുന്നതിന് എന്തു വിരോധം? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിലാകാം. തേർ നിർത്തുവാൻ കൽപ്പിച്ചു. അവർ ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. അടുത്ത ഭാഗം, വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് അവനെ എടുത്തുകൊണ്ടുപോയി. പിന്നെ അവനെ അസ്തോദിൽ കണ്ടു. മത്തായി സുവിശേഷം 3:11 ഞാൻ മാനസാന്തരത്തിനായി നിങ്ങളെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നു. യോഹന്നാൻ 1:28 വായിച്ചാട്ടെ. ഇത് യോർദാൻ അക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബഥാനിയിൽ സംഭവിച്ചു. സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബഥാനിയിൽ സംഭവിച്ചു. 3:23 യോഹന്നാനും ശലേമിന് അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. അപ്പൊ സ്നാനം എവിടെയാണ് നടന്നത്? അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങിയുള്ള സ്നാനമാണ് ശരിയായ സ്നാനം. ബൈബിളിലെ പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്. ഓരോ കാര്യത്തിനും അർത്ഥവ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട്, സമാന അർത്ഥമുള്ള പദങ്ങൾ പലതും ഉള്ളതുകൊണ്ട് ഓരോന്നും തരംതിരിച്ചാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ചില പദങ്ങൾ പറയാം. റാൻഡിറ്റ്സോ എന്നൊരു പദമുണ്ട്. അതിന് കഴുകുക, തളിക്കുക എന്നാണ് അർത്ഥം. മർക്കോസ് 7:4, വെളിപ്പാട് 19:13, എബ്രായ ലേഖനം 9:13, 19, 21. ഇവിടെയൊക്കെ കഴുകുക എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, റാൻഡിറ്റ്സോ. മറ്റൊന്ന് എപ്പിക്കോ എന്നൊരു പദമാണ്. അതിന് ഒഴിക്കുക, പകരുക എന്ന പദമാണ്. ലൂക്കോസ് 10:34, അപ്പോസ്തലപ്രവൃത്തി 12:17-12 വാക്യങ്ങൾ. അവിടെ എണ്ണയും വീഞ്ഞും പകർന്നു എന്ന പദമാണ് ഉപയോഗിച്ചത്. കുളിക്കുക എന്നുള്ളതിന് ലൂവോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാൻ 13:10 കുളിച്ചിരിക്കുന്നവന് സകലവും ശുദ്ധമാണ്. ക്രിസ്തീയ സ്നാനത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം നിമഗ്നമാക്കുക എന്നർത്ഥമുള്ള പദങ്ങൾ
ഉപയോഗിക്കുന്ന എല്ലാ ഭാഗത്തും ബാപ്റ്റിസോ അല്ലെങ്കിൽ ബാപ്റ്റിസ്മ എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന ഇംഗ്ലീഷ് പദം വന്നിരിക്കുന്നത്. അനാവശ്യം, ആവശ്യം, അത്യാവശ്യം. സ്നാനം അനാവശ്യമല്ല, ആവശ്യമല്ല, അത്യാവശ്യമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ 5 സുപ്രധാന കാരണങ്ങൾ ഞാനിവിടെ വിവരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 1, ക്രിസ്തുവിന്റെ അതിമഹത്തായ കൽപ്പനയാണ് സ്നാനം എന്നുള്ളത്. മത്തായി സുവിശേഷം 28 അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുന്ന ആദ്യ കൽപ്പനയാണ്. യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതൊക്കെയും പ്രമാണിപ്പാനായി അവരെ പഠിപ്പിച്ചുകൊണ്ടിരിപ്പീൻ. ശിഷ്യരാക്കിയിട്ടാണ് സ്നാനപ്പെടുത്തുന്നത്, അല്ലാതെ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കുകയല്ല. ക്രിസ്തുവിന്റെ അതിമഹത്തായ കൽപ്പനയാണ് സ്നാനം. യോഹന്നാന്റെ സുവിശേഷം 14-15 വാക്യം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. സ്നാനം യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാണ്. 1 യോഹന്നാൻ 2:4 അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. 5:3 നമ്മൾ വായിക്കുന്നത് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ചില ഉദാഹരണങ്ങൾ പറയാം. യോനയെ വിഴുങ്ങുവാൻ ദൈവം ഒരു മത്സ്യത്തോട് കൽപ്പിച്ചു. ഏലിയാവിന് ആഹാരം കൊണ്ടു കൊടുക്കാൻ ദൈവം ഒരു കാക്കയോട് കൽപ്പിച്ചു. യോന തലയ്ക്ക് തണലിന് വേണ്ടി ചെന്നിരുന്ന ആവണക്ക് കുത്തിക്കളയാൻ ദൈവം ഒരു പുഴുവിനോട് കൽപ്പിച്ചു. അപ്പൊ ദൈവത്തിന്റെ കൽപ്പന കാക്ക അനുസരിച്ചു, പുഴു അനുസരിച്ചു, മീൻ അനുസരിച്ചു. മനുഷ്യ, നിനക്ക് മാത്രം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കേണ്ടതില്ലെന്നോ? അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയാണ് സ്നാനം. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ വേണ്ടി യേശു യോർദാൻ കര അവന്റെ അടുക്കൽ വന്നു എന്നാണ് വായിക്കുന്നത്. ഗലീലിലെ നസ്രത്തിൽ നിന്ന് യെരുശലേമിലെ യോർദാനിലേക്ക് 90 കിലോമീറ്റർ ദൂരമുണ്ട്. യേശു സ്നാനപ്പെടുത്തി. യോഹന്നാൻ 3:26. അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, യോർദാൻ അക്കരെ നിന്നോട് കൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ, ഇതാ സ്നാനം കഴിപ്പിക്കുന്നു. 4:1. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ. ആദ്യം യേശു സ്നാനപ്പെടുത്തി. എന്നാൽ കൂടുതൽ പേർ സ്നാനത്തിനായിട്ട് വന്നപ്പോൾ വേറെ ശിഷ്യന്മാരെ നിർത്തി അവരെ കൊണ്ട് യേശു സ്നാനപ്പെടുത്തിച്ചു. സ്നാനത്തിന്റെ അതീവ പ്രാധാന്യത നാം ക്രിസ്തുവിൽ കാണുകയാണ്. 1, യേശു സ്നാനപ്പെട്ടു. 90 കിലോമീറ്റർ ദൂരം നടന്നു വന്ന് യേശു സ്നാനപ്പെട്ടു. 2, സ്നാനപ്പെടുത്തുവാൻ യേശു കൽപ്പിച്ചു. 3, യേശു തന്നെ നേരിട്ട് സ്നാനപ്പെടുത്തി. 4, കൂടുതൽ പേര് വന്നപ്പോൾ ശിഷ്യന്മാരെ നിർത്തി യേശു സ്നാനപ്പെടുത്തിപ്പിച്ചു. 90 കിലോമീറ്റർ ദൂരം നടന്നു വന്ന് തന്റെ സൃഷ്ടിയായ യോഹന്നാന്റെ കൈക്കീഴ് സ്നാനപ്പെടുവാൻ യേശു തന്റെ റബിത്വത്തിന്റെ പുറം കുപ്പായം ഉരിഞ്ഞു വെച്ച് ആ നദിയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. യോഹന്നാൻ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ? വാസ്തവത്തിൽ യേശുവിന് സ്നാനം ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം യോഹന്നാൻ നടത്തിയിരുന്ന സ്നാനം മാനസാന്തര സ്നാനമാണ്. മാനസാന്തരം ആവശ്യമുള്ളത് പാപികൾക്കാണ്. ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് പശ്ചാത്തപിക്കുന്നത് ഒരു പാപിയല്ലേ, കുറ്റബോധമുള്ളവനല്ലേ? എന്നാൽ യേശു പാപിയല്ല. ബൈബിളിലെ വാക്യങ്ങൾ, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല,
അവനിൽ പാപമൊട്ടുമില്ല. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ല നമുക്ക് വേണ്ടത്. പവിത്രൻ, നിർമ്മലൻ, നിർദോഷി, സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ. നിങ്ങളിൽ ആരെന്റെ കുറ്റത്തെക്കുറിച്ച് എന്നെ ബോധവൽക്കരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഒരു ആക്ഷേപവും പറയാൻ പറ്റാത്ത നിസ്തുലനായ ക്രിസ്തു പാപിയല്ല. അതുകൊണ്ട് തന്നെ അവന് പശ്ചാത്താപത്തിന്റെ ആവശ്യവുമില്ല. യേശുവിന് ആ മാനസാന്തര സ്നാനം ആവശ്യമില്ലായിരുന്നു. നമുക്ക് മാതൃക കാണിച്ചുകൊണ്ട് യേശു ക്രിസ്തു യോർദാനിൽ ഇറങ്ങി മുങ്ങി സ്നാനമെടുക്കുക. യേശു സ്നാനപ്പെട്ടപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. പിതാവായ ദൈവം സ്വർഗത്തിൽ സാക്ഷ്യം പറഞ്ഞു. ഇവൻ എന്റെ പ്രിയപുത്രനിൽ ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവ് സാക്ഷ്യം പറയുന്നു. മനുഷ്യൻ എന്തു പറയുമെന്നുള്ളതല്ല, ദൈവം എന്തു പറയും? പിതാവായ ദൈവത്തിന് അന്നെന്ന പോലെ ഇന്നും പറയാനുള്ള സാക്ഷ്യം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്നാനത്തിന്റെ 5 പ്രധാനപ്പെട്ട കാരണം. 3, മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാകരമായ പദ്ധതിയിൽപ്പെട്ടതാണ് സ്നാനം എന്നുള്ളത്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 30-ാമത്തെ വാക്യം. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് തന്നെ വൃഥാവാക്കി കളഞ്ഞു. മനുഷ്യനെ രക്ഷിക്കുന്നതിന് ദൈവം വെച്ചിരിക്കുന്ന ചില ക്രമങ്ങളുണ്ട്, ക്രമീകരണങ്ങളുണ്ട്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടണം. എന്താണ് വിശ്വസിക്കുന്നത്? യേശു ദൈവപുത്രനെന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. വിശ്വാസമാണ് പ്രധാനപ്പെട്ടത്. വിശ്വസിക്കുന്നവരെയാണ് സ്നാനപ്പെടുത്തുന്നത്. ദൈവം മനുഷ്യനെ കൊണ്ട് അടിച്ചേൽപ്പിക്കുന്നില്ല. അവന് സ്വന്തമായി ചിന്തിക്കാനും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. സ്നാനപ്പെടണമോ വേണ്ടയോ എന്നുള്ളത് നിനക്ക് തീരുമാനിക്കാം. സ്നാനപ്പെട്ടാൽ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടാവും, പെട്ടില്ലെങ്കിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ടാവും. തങ്ങൾക്ക് തന്നെയുള്ള ദൈവത്തിന്റെ ആലോചനയെ അവർ വൃഥാവാക്കി കളഞ്ഞു. അവരതിനെ അവഗണിച്ചു കളഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് വളരെ ഖേദത്തോടെ വരുംകാല തലമുറയ്ക്കൊരു മുന്നറിയിപ്പായിട്ട് അത് രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത്. സ്നാനത്തിന്റെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. 4, ശുദ്ധ മനസാക്ഷിക്കായുള്ള അപേക്ഷയാണ്. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിയായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. സ്നാനം എന്താണ്? അത് ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയത്രേ. ശുദ്ധ മനസാക്ഷിയുണ്ട് എന്നുള്ളതിന്റെ ഉത്തരമാണ്, എന്നുള്ളതിന്റെ തെളിവാണ് സ്നാനം എന്നുള്ളത്. സ്നാനം ആവശ്യമാണെന്ന് ബോധ്യമായിട്ടും അതിനെ അവഗണിച്ചും ന്യായീകരിച്ചും പുച്ഛിച്ചും തുച്ഛീകരിച്ചും ഒക്കെ നടക്കുന്നവന് പുറമേ എന്തു പറഞ്ഞാലും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മനസാക്ഷി കുത്തലുണ്ട്. അവന്റെ മനസാക്ഷി നിർമ്മലമല്ല. എന്നാൽ വിനയത്തോടെ, വിശ്വാസത്തോടെ, വിധേയത്വത്തോടെ, സമർപ്പണത്തോടെ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നല്ല മനസാക്ഷി ലഭിക്കും. സ്നാനത്തിന്റെ 5-ാമത്തെ കാരണം ക്രിസ്തുവിന്റെ മരണ, അടക്ക, പുനരുത്ഥാനത്തോടുള്ള ഏകീഭവിക്കലാണ് സ്നാനം. സ്നാനത്തിന്റെ വേദശാസ്ത്രപരമായ അർത്ഥം റോമാലേഖനത്തിന്റെ 6-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിലാണ് പൗലോസ് പങ്കുവയ്ക്കുന്നത്. ഇംഗ്ലീഷിൽ വി എന്ന് പറയുന്ന ഒരു അക്ഷരമുണ്ട്, അല്ലേ? വി ഫോർ വിക്ടറി. വി എന്ന അക്ഷരത്തിന് 3 മൂലകളുണ്ട്, അല്ലേ? വി. സ്നാനത്തിന്റെ ശരിയായ അർത്ഥം ഞാൻ വിവരിക്കാൻ ശ്രമിക്കുകയാണ്. 1, ക്രിസ്തു മരിച്ചു. 2, ക്രിസ്തുവിനെ അടക്കി. 3, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഈ മരണ, അടക്ക, പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന ഒരു അനുഭവമാണ് സ്നാനം എന്നുള്ളത്. പുതിയ നിയമസഭയ്ക്ക് അനുഷ്ഠിപ്പാൻ ദൈവം നൽകിയിരിക്കുന്ന 2 അനുഷ്ഠാനങ്ങളുണ്ട്. 1,
നിമജ്ഞന സ്നാനം, 2 കർത്തൃമേശ. ഈ നിമജ്ഞന സ്നാനവും കർത്തൃമേശയും ഒരേ ആശയത്തെയാണ് വിളിച്ചു പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ പ്രായശ്ചിത്ത ബലിയെ, മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ആ പ്രധാനപ്പെട്ട ആ സുപ്രധാനമായ മരണത്തെക്കുറിച്ചാണ് പ്രഘോഷിക്കുന്നത്. യേശുവിന്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് ഇതിനോട് താദാത്മ്യം പ്രാപിക്കുന്ന ഒരനുഭവമാണ് സ്നാനം എന്നത്. തിരുവത്താഴം സ്നാനപ്പെട്ടവർക്കാണ് സ്വീകരിപ്പാൻ ഭാഗ്യവും അവസരവും ഉള്ളത്. തിരുവത്താഴവും യേശു ക്രിസ്തുവിന്റെ മരണത്തെയും മടങ്ങി വരവിനെയുമാണ് വിളിച്ചു പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെയാണ് പ്രസ്താവിക്കുന്നത്. സ്നാനം ഒരു പുതിയ നിയമോപദേശമാണ് എങ്കിൽ കൂടി അതിന്റെ നിഴലുകൾ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. പഴയ നിയമത്തിൽ സംഭവിച്ച 2 പ്രധാന കാര്യങ്ങളെ അപ്പോസ്തലന്മാർ പത്രോസും പൗലോസും ഉദാഹരിച്ചിട്ട് അത് സ്നാനത്തിനൊരു നിഴലായിരുന്നു, മുൻകുറിയായിരുന്നു എന്ന് അവർ സുവ്യക്തമാക്കുകയാണ്. ഒന്നാമത്തെ സംഭവം നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയമാണ്. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അടുത്ത വാക്യം, അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. സ്നാനം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കുളി എന്നാണ്. കുളി ജലത്തിൽ പൂർണ്ണമായി മുങ്ങിയുള്ള ഒരു കാര്യമാണ്. അല്ലാതെ തല നനച്ച് മുടി ജീവിക്കൊണ്ട് വന്ന കുളിയാവില്ല. മരിച്ച ഒരു മനുഷ്യനെ കുടിച്ചിടുന്ന ശവസംസ്കാരത്തിന് സദൃശ്യമാണല്ലോ സ്നാനം. മരിച്ച ഒരു മനുഷ്യനെ തുറസായ സ്ഥലത്ത് കൊണ്ടുപോയി ശവപ്പെട്ടിയിൽ ആ ബോഡി വെച്ചിട്ട് തലയിൽ ഇച്ചിരി മണ്ണ് വാരിയിട്ടുകൊണ്ട് പോരുമോ? ഇല്ലല്ലോ. കുഴിച്ച് പൂർണ്ണമായി മൂടത്തല്ലേ. അങ്ങനെയെങ്കിൽ സ്നാനവും സമ്പൂർണമായി നിമജ്ഞനമായിട്ടുള്ളത് വേണം. ആ വാക്യം അല്പജനം എന്ന് വെച്ചാൽ 8 പേർ പെട്ടകത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. സ്നാനത്തിലൂടെ ഒരു മനുഷ്യൻ ഒരു രക്ഷാനുഭവത്തിലേക്ക് വരികയാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. എന്താണെന്ന് സംഭവിച്ചത്? നോഹ എന്ന നീതിപ്രസംഗിയുടെ പ്രസംഗത്തെ ആളുകൾ ആരും അധികം വിശ്വസിച്ചില്ല. കാരണം അതുവരെ കാണാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് നോഹ പ്രസംഗിച്ചത്. 40 രാവും പകലും മഴ പെയ്യാൻ പോകുന്നു എന്നാണ് നോഹ പ്രസംഗിച്ചത്. പക്ഷെ ആളുകൾ അത് വിശ്വസിച്ചില്ല. എങ്കിലും നോഹ ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ. എത്ര പേര് സ്നാനപ്പെട്ടു എന്നുള്ള കണക്കല്ല വിഷയം. സഭയിൽ എത്ര പേരുണ്ട് സ്നാനപ്പെട്ടത്? എത്രയെങ്കിലും ആയിക്കോട്ടെ, നീ സ്നാനപ്പെട്ടതാണോ? ആ പെട്ടകം എവിടെയാണ് ഉറച്ചത്? ഒരു ഉയർന്ന മലയിലാണ് ഉറച്ചത്. താണതലത്തിൽ നിന്ന് നാശത്തിന്റെ ചണ്ടിക്കുമ്പാരങ്ങളിൽ നിന്ന് ഉയർന്ന് അതൊരു മലയിൽ ഉറച്ചു. ആ മലയിൽ ഉറച്ച പേടകത്തിൽ നിന്ന് അവർ ഇറങ്ങി വന്നു. അവർ അവിടെ ചില മൃഗങ്ങളെ ദൈവത്തിന് യാഗമർപ്പിച്ചു. അതിന്റെ സൗരഭ്യവാസന മണത്തിട്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. സ്നാനപ്പെടുന്ന ദൈവത്തിന്റെ പൈതലെ, നീ പിന്നെ താണതലത്തിലായിരിക്കത്തില്ല, ജീവിതത്തിൽ ഒരു ഉയർന്ന മാനത്തിലേക്ക് എത്തും. അന്ന് അവർ അർപ്പിച്ച യാഗത്തിൽ ദൈവം പ്രസാദിച്ചതുപോലെ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പ്രസാദമുണ്ടാകും. യേശു ക്രിസ്തുവിന് വേണ്ടി യോർദാൻ കടവിൽ ദൈവം വിളിച്ചു പറഞ്ഞത് എന്താ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇനിയും പൗലോസ് പങ്കുവയ്ക്കുന്ന ഭാഗത്തേക്ക് വരാം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കൾ ചെങ്കടലിലൂടെ പോയത് സ്നാനത്തിന്റെ നിഴലായിരുന്നു എന്ന് അവിടെ പൗലോസ് പങ്കുവയ്ക്കുകയാണ്. നോഹയുടെ കാലത്തെ ജലപ്രളയം ഉദാഹരിച്ചുകൊണ്ട് പത്രോസാണ് പറഞ്ഞത്. ഇവിടെ ധന്യനായ ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. അടുത്തത്, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. മോശയോട് ചേരാനായിരുന്നു പഴയ നിയമത്തിലെ സ്നാനം. എന്നാൽ പുതിയ നിയമത്തിലെ സ്നാനം
യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. അന്യാർത്ഥ ഭാഗം, എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ കിടന്നത് അത് സ്നാനത്തിനൊരു മുൻകുറിയായിരുന്നു. സ്നാനം ഒരു ശവസംസ്കാരമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അവര് ചെങ്കടലിന്റെ തീരത്ത് വരുമ്പോ അവരെ കൊല്ലാൻ വേണ്ടി ഫറവോനും സൈന്യവും പിന്നാലെ വരികയാണ്. തിരിച്ചു പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ മോശ ദൈവത്തോട് നിലവിളിച്ചു. ദൈവത്തിൽ നിന്നൊരു നിയോഗം കിട്ടി, ജനത്തോട് മുന്നോട്ട് പോകാൻ പറയാം. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. ജനത്തോട് മുന്നോട്ട് പോകാൻ പറയുക. മുന്നോട്ട് പോയി വടി മുന്നോട്ട് നീട്ടി ദൈവം ആ കടലിൽ പാത തുറന്നു. ആ ചിന്തയും ചിത്രവും നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. രണ്ട് ഭാഗത്തേക്കും വെള്ളം വകഞ്ഞു മാറി. ആ ജലം ഒരു മതിലായി നിന്നു. രണ്ടു വശത്തും ജലമതിൽ. അതിനു മുകളിൽ ഒരു കൂടാരം പോലെ മേഘം വന്നു നിന്നു, ഒരു ശവപ്പെട്ടി. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ആ ശവപ്പെട്ടിയുടെ അനുഭവത്തിലൂടെ അവർ കടന്നുപോയി അക്കരയെത്തി. തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ തിരിച്ചു മിസ്രൈമിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ വന്ന ഫറവോനും കൂട്ടരും ഈയം പോലെ അതിലേക്ക് താണു. പൗലോസിനോട് അനന്യാസ് പറഞ്ഞ അതേ പദം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയും. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിലാണ് യേശു ക്രിസ്തുവിന്റെ മഹത്തായ നിയോഗം നമ്മൾ കാണുന്നത്. ഉയർത്തെഴുന്നേറ്റ് യേശു സ്വർഗത്തിലേക്ക് പോകുമ്പോൾ തന്റെ ശിഷ്യന്മാരെ അരികെ വിളിച്ച് അവർക്ക് നൽകിയ അന്ത്യകൽപ്പനയിൽപ്പെട്ട ഒരു കാര്യമാണ് സ്നാനം എന്നുള്ളത്. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 വാക്യങ്ങൾ ഇപ്പോൾ യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കുന്നുണ്ട്. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ക്രിസ്തു അതിന് നമുക്ക് മാതൃക കാണിച്ചു. അവൻ നമുക്ക് നല്ലൊരു മാതൃക നിശ്ചയിച്ചു പോയിരിക്കുന്നു എന്നാണ് വായിച്ചത്. യേശു ക്രിസ്തുവിന് വാസ്തവത്തിൽ സ്നാനം ആവശ്യമുണ്ടായിരുന്നില്ല. എങ്കിലും നമുക്ക് മാതൃക കാണിച്ചു തന്നുകൊണ്ട് യോർദാൻ നദിയിലിറങ്ങി യേശു സ്നാനപ്പെട്ടു. ആ വേദഭാഗം ഇപ്പോൾ ദൈവത്തിന്റെ ദാസൻ പ്രിയ ജെയിംസ് ഫാസ്റ്റ് വായിച്ചു കേൾപ്പിക്കും. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്നു. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ കഴിയുമെന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്ഷു, ഞാൻ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. ഒന്നാവെ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. സ്വർഗ്ഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ തന്റെ മേൽ വരുന്നത് അവർ കണ്ടു. നിങ്ങളുടെ പ്രിയപുത്രൻ ഇതിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ശബ്ദവും ഉണ്ടായി. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ സഭ സംസ്ഥാപിക്കപ്പെടുമ്പോൾ തന്നെ അവിടെ 3000-ഓളം ആളുകൾ സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിനുടനീളം ഇതുപോലെ തന്നെ നിരവധി ആളുകൾ സ്നാനപ്പെട്ട ചരിത്രം നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. അതിന് പ്രസക്തമായ ഒരു വേദഭാഗം എത്യോപ്യയിലെ ധനകാര്യമന്ത്രിയായിരുന്ന ആ ചർമ്മ സ്നാനപ്പെട്ട കാര്യമാണ്. അത് ബ്രദർ ആൽവിൻ ഇപ്പോൾ തിരുവെഴുത്തിലൂടെ വായിക്കുന്നതാണ്. അതിന് ചിലപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആദാം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവർ നേരം നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും സംഘവും ഇരുവരും വെള്ളത്തിലിറങ്ങി അവൻ അവരെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. അവർ വെള്ളത്തിലിറങ്ങി വെള്ളത്തിൽ നിന്ന് കയറിയത് ആ മഹത്തായ നടപടി നാമും ഇന്ന് അനുവർത്തിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആദാമ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി സ്വർഗീയ മഹിമകളെ പാപജാലത്തിലേക്ക് മനുഷ്യരെ അവതരിച്ചവനും മനുഷ്യന്റെ പാപമെല്ലാം ചുമന്നുകൊണ്ട്
പരിഷ്കാരമായവനും മനുഷ്യന്റെ ദൈവത്തോട് ഉന്നയിപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുകയും 40-ാമത്തെ ദിവസം സകലരിക്കാറ്റ സ്വർഗ്ഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ കൊണ്ട് സഭയ്ക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥമായി കുലയ്ക്കുകയും പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി വാങ്ങി ധരിച്ചു തന്നവരും ഇനി എത്രയും വേഗം എന്ന സഭയെ തന്റെ അടുക്കൽ ചേർക്കുവാൻ മടങ്ങി വരികയും ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുവോ? യേശുക്രിസ്തുവിനെ ഈ ജനത്തിന്റെ മുമ്പാകെ ഈ ജനത്തിൽ പരസ്യമായി സാക്ഷിക്കുവാൻ നിനക്ക് സമ്മതമാണോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള യേശുക്രിസ്തുവിന്റെ അതിമഹത്തായ കൽപ്പനയുടെയും നിന്റെ സാക്ഷ്യവചനത്തിന്റെയും അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ അഭിഷിക്തദാസനായ അതിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജനത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കാം, എന്നാൽ കർത്താവ് നിനക്ക് ജീവകിരീടത്തെ തരും. ഹല്ലേലൂയ. നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. നിർദ്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.